ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല വിഷയങ്ങളും ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാറുണ്ട്. ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കെല്ലാം അത് പ്രാധാന്യമുള്ളതാണെന്ന് തോന്നണമെന്നില്ല. പക്ഷെ ചിലത് കേൾക്കുമ്പോൾ ഇത് കൊള്ളാം, ഇത് നടപ്പിലാക്കേണ്ടതാണ് എന്നൊക്കെ തോന്നിയേക്കാം. എങ്കിൽ പോലും അത് നമ്മൾ പ്രായോഗികമാക്കണമെന്നില്ല. ഇന്നത്തെ നമ്മുടെ വിഷയമില്ലേ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയം വരാനിടയില്ല, പ്രയോജനത്തെക്കുറിച്ചും. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമില്ലേ, അത് പ്രയോഗത്തിൽ വരുത്തിയേ മതിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് ലോകത്തെ കാൽക്കീഴിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അയാളെ സഹായിക്കുന്നത് എന്താണ്? മസ്തിഷ്കം അഥവാ ബ്രെയിൻ. അപാരമായ സിദ്ധികളാണ് നമ്മുടെ ബ്രെയിനിനകത്തുള്ളത്. ഇത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടി മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പണ്ടുകാലത്ത് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ അന്ന് മനുഷ്യനുണ്ട്, പക്ഷെ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം ആവശ്യമാണ്. ഊർജം വേണമെങ്കിൽ അത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പൊക്കെ മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ തീ കണ്ടുപിടിച്ചതോടുകൂടി ഭക്ഷണം പലതും പാചകം ചെയ്തൊക്കെ കഴിക്കാനുള്ള ഒരു സാധ്യത മനുഷ്യൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. പതുക്കെ പതുക്കെ കൃഷി ചെയ്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം മസ്തിഷ്കത്തിന് ഒരുപാട് ഊർജം കൊടുക്കുന്ന ഒരു ലെവലിലെത്തി. അതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കൃഷിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, വ്യവസായങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിനെല്ലാത്തിനും നമ്മളെ സഹായിച്ചത് നമ്മുടെ ബ്രെയിനാണ്. പക്ഷേ ഇന്ന് ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണ്? ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആ ബ്രെയിൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ എൻവയൺമെൻറ്റ്. നമ്മുടെ ഒരു നിലനിൽപ്പാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ഈ ബ്രെയിനിനെ പവർഫുൾ ആക്കാനുള്ള കാര്യങ്ങളില്ലേ, ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ്. മനസ്സും ബ്രെയിനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. മനുഷ്യൻ്റെ അപാരമായ കഴിവിൻ്റെ ഒരു സോഴ്സാണ് മനസ്സ്. നേരത്തെ വീഡിയോയിൽ മനസ്സിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിന്തകളുടെ കേന്ദ്രമാണ് മനസ്സ്. ബ്രെയിനും മനസ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ ബ്രെയിൻ പവർ, അതിനെ എപ്പോഴും പവർഫുള്ളാക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബ്രെയിനകത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് പരസ്പരം സിഗ്നൽസ് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സിഗ്നൽസ് കൈമാറ്റം ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ന്യൂറൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറൽ കണക്ഷൻസ് എത്രത്തോളം ഉണ്ടോ, അപ്പോൾ സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ സാധ്യത വർദ്ധിക്കും. നമ്മുടെ ബ്രെയിൻ കൂടുതൽ പവർഫുള്ളാകും. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ന്യൂറൽ കണക്ഷൻസ് ഇല്ലേ, അത് നമ്മുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് ശക്തി പ്രാപിക്കുകയും ദുർബലമാകുകയൊക്കെ ചെയ്യും. ടെക്നോളജിയെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ദുരന്തം നമുക്ക് സംഭവിക്കും. ഈ ന്യൂറൽ കണക്ഷൻസിൻ്റെ ശക്തി കുറയും. അപ്പോൾ ഈ ന്യൂറൽ കണക്ഷൻസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെട്ടേ മതിയാവും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് അതിനെ സഹായിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആശയവിനിമയത്തിന് നമ്മൾ പ്രധാനമായിട്ട് 4 മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്: സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് തന്നെയാണ്. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളാണ് വായനയും എഴുത്തും. നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്തും വായനയാണല്ലേ നമ്മളെ കൃത്യമായിട്ട് അഭ്യസിപ്പിച്ചിട്ടുള്ളത് ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അന്ന് ഈ 2 കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ വന്ന് ഇതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ വായന ദിനമൊക്കെ ആചരിക്കാൻ തുടങ്ങി. പലരും കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എഴുത്തിൻ്റെ ഒരു ദിനമൊന്നും നമ്മൾ ആചരിക്കാറില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. എഴുത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകം മേടിച്ചു കൊടുത്താലും നമ്മൾ എഴുതാൻ അങ്ങനെ പ്രേരിപ്പിക്കാറില്ല. ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾ ഓരോ വാക്ക് പറയുമ്പോൾ നമുക്കെന്ത് സന്തോഷമാണല്ലേ, അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അവൻ ഈ വാക്ക് എഴുതി എന്ന് പറഞ്ഞാൽ നമുക്കത്ര ത്രില്ലൊന്നും തോന്നാറില്ല. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഈ എഴുത്ത്.
കാരണം എഴുത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും ഇൻവോൾവ് ആണ്. മെമ്മറി ഇൻവോൾവ് ആണ്. പിന്നെ നമ്മൾ എഴുതുമ്പോൾ മോട്ടോർ ഏരിയ ഇല്ലേ, നമ്മുടെ മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്ന തലച്ചോറിലെ ഏരിയ, അതാണ് മോട്ടോർ ഏരിയ എന്ന് പറയും. കൈ ഇങ്ങനെ ചലിപ്പിക്കണം എഴുതുമ്പോൾ. പിന്നെ സെൻസറി ഏരിയ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഏരിയ, അതാണ് സെൻസറി ഏരിയ. നമ്മൾ കണ്ട് കൈ കൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മോട്ടോർ ഏരിയ, സെൻസറി ഏരിയയൊക്കെ സിങ്ക്രണൈസ് ചെയ്ത് സംഭവിക്കുന്ന ഒരു സംഭവമാണ് എഴുത്ത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എഴുത്തിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം, എന്തുകൊണ്ട് ഇതിനെ കൈവിട്ട് കളയരുത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ബുദ്ധിയില്ല. ബുദ്ധി ഒരു IQ സ്കോർ ആണെന്നുള്ള ധാരണയിലാണ് നമ്മളിങ്ങനെ പറയാറുള്ളത്. പക്ഷെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വെറും ഒരു IQ സ്കോർ അല്ല. മനുഷ്യന് പല ലെവലിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഹോവേർഡ് ഗാർഡനറാണ് ഇതേക്കുറിച്ച് ഗഹനമായ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ളവരാണ്. അതിൻ്റെ പല പല കോമ്പിനേഷൻസ് ആണ് നമുക്കുള്ളത്. ഈ ഇൻ്റലിജൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റലിജൻസ് ആണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയാം. നമ്മൾ ജനിച്ചു വീണ് ആദ്യത്തെ കാലഘട്ടങ്ങളിലെ അതിലെ നമ്മുടെ ബ്രെയിൻ വളർച്ചയിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന ഒന്നാണ് ഭാഷാപരമായിട്ടുള്ള വളർച്ച. തലച്ചോറിനകത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ന്യൂറൽ കണക്ഷൻസ് ഏറ്റവും കൂടുതൽ പവർഫുള്ളാക്കുന്നതാണ് ഈ പഠനം എന്നുള്ളൊരു പ്രക്രിയ. ചെറുപ്പകാലത്ത് ലേണിംഗ് ആരംഭിക്കുന്നു അല്ലേ? ആ ലേണിങ്ങിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് ഭാഷ. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മുടെ ബുദ്ധിയുടെ ഒരു അളവുകോലായിട്ട് കാണുന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് തന്നെയാണ്. ഒരു കുട്ടിക്ക് എത്ര വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നു, അയാളുടെ ആശയം എത്ര ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് വായനയും എഴുത്തും. അപ്പോൾ കുഞ്ഞുനാളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ എഴുത്തും വായനയും വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് ഏറ്റവും അധികം സ്ട്രോങ് ആക്കുന്ന ഒന്നാണ് എഴുത്ത്. രണ്ടാമത്തെ കാര്യം, മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസം എന്താണെന്നോ, ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ പ്രവർത്തിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ, വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളെല്ലാം എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്രയും അനുഗ്രഹീതമായ ഒരു ജീവിതം കിട്ടിയിട്ട് എന്തിനാണ് ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതെന്നുള്ള ന്യായമായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എനിക്കെന്ത് വേണം, എന്ത് വേണ്ട, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. മനസ്സ് നിയന്ത്രണത്തിലാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലാകണം. ഒരുപാട് പേര് പറയാറുള്ള ഒരു പരാതിയില്ലേ, എൻ്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോവുകയാണെന്ന്. അതിൻ്റെ കാരണം ചിന്തകളുടെ പുറത്ത് നമുക്ക് കൺട്രോളില്ല. ചിന്തകളെ നമ്മുടെ കൺട്രോളിലാക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് എഴുത്ത്. നമ്മൾ എഴുതുമ്പോൾ ചിന്തകൾ കാട് കയറിയൊന്നും പോവില്ല. എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ മനസ്സിൻ്റെ ഒരു നിയന്ത്രണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ഈ എഴുത്ത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ കണ്ട് അറിഞ്ഞ് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുഞ്ഞുനാളിൽ അഡീഷൻ പഠിക്കുമ്പോൾ 4, 3, 7 ഇത് പഠിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്തത്? അത് കോൺക്രീറ്റ് ആയിട്ട് കണ്ടറിഞ്ഞ് പഠിച്ചു. നമ്മൾ 4 കല്ലെടുത്തു, 3 കല്ലെടുത്തു, ഇതെല്ലാം കൂടി ഒരുമിച്ച് എണ്ണി നോക്കി, അപ്പോൾ 7 എന്നുള്ള ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും കൂട്ടുന്നത് അങ്ങനെയല്ലല്ലോ, നമ്മൾ സിമ്പൽ ഉപയോഗിച്ചാണ് കൂട്ടുന്നത്. നമ്മൾ അക്കങ്ങൾ എഴുതും അല്ലേ, 4 എന്നുള്ള അക്കം എഴുതും, പ്ലസ് 3 എന്നുള്ള അക്കം എഴുതും, സമം 7 എന്ന് എഴുതുമ്പോൾ 4 + 3 = 7 എന്ന് എഴുതുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ല നമ്മുടെ മുമ്പിൽ. പക്ഷേ ഈ ഒരു സിമ്പിൾ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഐഡിയ വരികയാണ്. 3 എന്ന് എഴുതുമ്പോൾ ഐഡിയ വരികയാണ്. സാധനം നമ്മുടെ മുമ്പിലില്ലെങ്കിലും ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ട്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിനെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഠനത്തെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. എപ്പോഴും സാധനങ്ങൾ എടുത്തിട്ട് കൂട്ടി നോക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആ ചിന്തയിൽ നിന്നാണ് ഗുണനപ്പട്ടികയിലേക്ക് നമ്മൾ വന്നത്. അങ്ങനെ പഠനത്തിന്റെ ലെവൽ കൂടിക്കൂടി വന്നു. വാക്കുകൾ എഴുതുമ്പോഴും അതല്ലേ സംഭവിക്കണത്. ഇത് പറയുമ്പോൾ എനിക്കൊരു തമാശ ഓർമ്മ വരികയാണ്. എനിക്ക് 2 അനിയന്മാരുണ്ട്, തിയോഫിനും ജോസും.
രണ്ടുപേരും അടുത്തടുത്ത പ്രായക്കാരാണ്. അതിൽ മൂത്താള് ജോസ്, ഇളയാള് തിയോഫിൻ. കുഞ്ഞുനാളിലെ ഈ അനിയൻ ചേട്ടന് ഡിക്റ്റേഷൻ എടുക്കുകയാണ്. അവനിങ്ങനെ കണ്ടിട്ടുണ്ട് ഡിക്റ്റേഷൻ എടുക്കുന്നതൊക്കെ. ഇയാൾ എഴുത്തിലേക്കും വായനയിലേക്കും ഒന്നും കടന്നിട്ടില്ല, പക്ഷെ ഡിക്റ്റേഷൻ ആളുകൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഡിക്റ്റേഷൻ എടുത്തപ്പോൾ ചേട്ടൻ വണ്ടെന്ന് എഴുതിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ അനിയൻ നോക്കിയിട്ട് പറയുകയാണേ, അങ്ങോട്ട് അത്ര ശരിയായിട്ടില്ലല്ലോ. അനിയന് ഈ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് അറിഞ്ഞൂടാ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്നുള്ള രൂപം നമ്മുടെ മനസ്സിൽ വരികയാണെന്ന്. നമ്മുടെ മുമ്പിലില്ലെങ്കിലും അതൊക്കെ വലിയ അത്ഭുതമല്ലേ? അക്ഷരങ്ങൾ എഴുതി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയം നമ്മളിലേക്ക് വരികയാണ്. ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉപയോഗിച്ച് വളരെ ഹൈ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 3 ഡൈമെൻഷൻ അത് നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ സ്പേസിലുള്ള സാധനങ്ങളൊക്കെ 3 ഡൈമെൻഷൻ ഉള്ളതാണ്. പക്ഷേ അബ്സ്ട്രാക്ഷൻ ഉപയോഗിച്ച് ഡൈമെൻഷനിലേക്ക് നമുക്ക് പോകാം, ഇൻഫിനിറ്റ് ഡൈമെൻഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് എഴുത്ത് ഭാഷയാണ്. ഇത് നമ്മുടെ പഠനത്തെ ഒരുപാട് പവർഫുൾ ആക്കും. 4ാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എഴുത്തിനേക്കാൾ ശക്തമായ ഒരു മാർഗ്ഗമില്ല. ഈ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷനിലേക്കൊന്നും എത്താൻ പറ്റില്ല. ഒരു കടലാസും പേനയും എടുത്ത് ആ പ്രോബ്ലം എന്താണെന്ന് എഴുതി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, എന്ത് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്, ഈ രീതിയിലൊന്ന് ചിന്തിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് എഴുതി നോക്കൂ. പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും. 5ാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനെ പവർഫുൾ ആക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് എന്തിനോടൊക്കെയാണ് നന്ദി തോന്നുന്നത്, ഇത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വളരെ പോസിറ്റീവായിട്ട് മാറും. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോടാണല്ലോ നമുക്ക് നന്ദി തോന്നുക. ഈ പോസിറ്റിവിറ്റിയെ കുറച്ചും കൂടി ശക്തിയുള്ളതാക്കാൻ സഹായിക്കുന്നതാണ് എഴുത്ത്. അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. ജേണലിങ്, എഴുതുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ എല്ലാ ദിവസവും എഴുതുന്ന ഒരു ശീലം. 6ാമത്തെ കാര്യം, നമ്മുടെ സംസാര ഭാഷയ്ക്ക് ചില പരിമിതികളുണ്ട്. നമ്മുടെ സൂക്ഷ്മമായ ആശയങ്ങൾ പോലും എഴുത്തിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റാണ്. അതിനെ നിഷേധിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 7ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നതാണല്ലേ ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടലിനെ ഏകാന്തതയാക്കി മാറ്റാൻ, അതായത് അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എഴുത്ത്. ഞാൻ എൻ്റെ കൂടെ ചെലവഴിക്കുന്ന ആ ഒരു സമയം, അത് ഒറ്റപ്പെടലല്ല, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയാണ്. എഴുത്തങ്ങനെയല്ലേ? ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ആയിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതായിരിക്കും നമ്മുടേതായിട്ടുള്ള ചില ഇമോഷൻസ്, സങ്കടം, ദേഷ്യം. അപ്പോൾ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള അതിശക്തമായ ഒരു മാധ്യമമാണ് എഴുത്ത്. ഇനി 8ാമത്തെ കാര്യം, ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ ഇൻഫോർമേഷൻ ഓവർലോഡിങ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് റിലീസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ആശ്വാസമാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സേഫ് അല്ലേ? 9ാമത്തത്, ഒരു കാര്യം എഴുതി വെക്കുന്നത് എൻ്റെ ഫിനാൻഷ്യൽ കൺട്രോളിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വരവ് ചെലവ് കണക്കുകൾ എഴുതുക എന്നുള്ളത്. ചിലർ പറയാറുണ്ട് അത് ഞാൻ പലപ്പോഴും ഗൂഗിൾ പേ വെച്ചിട്ടാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തുന്നത്, അതെല്ലാം മൊബൈലിനകത്ത് ഉണ്ട്, അതുകൊണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നമ്മൾ ഒരു ബുക്ക് എടുത്ത് അത് എഴുതുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. കഴിഞ്ഞൊരു ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ഊബറിനാണ് പോയത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഊബറിൻ്റെ ചിലവ് 1000 രൂപ. അതെനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി. പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഊബർ പിടിക്കണ്ടല്ലോ, സ്റ്റേഷൻ വരെ എനിക്ക് കാറിന് പോകാം, മെട്രോ സ്റ്റേഷൻ വരെ അവിടെ കാറിട്ടിട്ട് മെട്രോയിൽ കയറി പോകാം. അങ്ങനെ ഞാൻ പോയി വന്നപ്പോൾ 200 രൂപയ്ക്ക് എൻ്റെ കാര്യം നടന്നു. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഞാൻ ആ വരവ് ചെലവ് കണക്കൊക്കെ എഴുതിയത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ മൊബൈലിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10ാമത്തെ കാര്യം, എന്നെ എഴുത്ത് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് എന്തിലാണെന്നോ, കംഫർട്ട് സോണിന് പുറത്ത് കിടക്കാനുള്ളൊരു ശീലം എഴുത്ത് എന്നിൽ ഉണ്ടാക്കി.
എഴുതാനായിട്ട് നമുക്ക് മടി വരും. അങ്ങനെയാണ് എഴുത്തിൻ്റെ സംവിധാനം. അപ്പോൾ നമ്മൾ തീരുമാനിക്കും ഇപ്പോൾ വേണ്ട പിന്നീടാകാം. എഴുതാൻ തുടങ്ങിയപ്പോൾ ആ ഒരു മടി മാറി. അപ്പോൾ അതൊരു പരിശീലനവുമായി, മടി മാറ്റാനുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗം കൂടിയായി അത് മാറി. അപ്പോൾ എഴുത്തുന്നുള്ളത് അങ്ങനെ വെറുതെ പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു സംഗതിയല്ല. അത് നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടടക്കേണ്ട ഒന്നാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് ഡിസംബർ അല്ലേ, ജനുവരിക്ക് മുമ്പ് നമുക്ക് എഴുത്ത് ശീലമാക്കാം. എല്ലാ ദിവസവും 1 മണിക്കൂർ എഴുതുന്ന ഒരു ശീലം. അത് ഒറ്റത്തവണ ഇരുന്ന് എഴുതണമെന്നില്ല. അരമണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, നമ്മൾ പുസ്തകങ്ങൾ വായിക്കൂലേ, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവണം. അതിലെ ആശയങ്ങൾ എഴുതി വെക്കുന്ന ഒരു രീതി. അല്ലാതെയും വായിക്കാട്ടോ, പക്ഷെ എഴുതാൻ വേണ്ടി പുസ്തക വായന. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലിടയ്ക്കിടയ്ക്ക് പല ആശയങ്ങളൊക്കെ വരും. അത് എഴുതി വെക്കാനൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇത് കൊള്ളാമല്ലോ, ഇത് എല്ലാവരും കൂടി കൂടുമ്പോൾ അവരോട് പറയാവുന്ന ഒരു തമാശയാണല്ലോ, കാര്യങ്ങളാണല്ലോ എന്ന് തോന്നും. പക്ഷെ പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് വലിയൊരു അസറ്റായിരിക്കും. അതുപോലെ ഡയറി എഴുതുക. അങ്ങനെ എഴുതാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന ചില സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങൾ നിരവധിയാണ്. പിന്നെ ഇത് വേണ്ടാന്ന് വെക്കാനായിട്ടൊരു കാരണമില്ലല്ലോ. ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് നടപ്പാക്കാവുന്ന ഒരു കാര്യമില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഇത് നടപ്പിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്